കേരളത്തിന്റെ മുഖ്യമന്ത്രി താങ്കൾ തെമ്മാടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ സംസാരിച്ചു. താങ്കൾക്ക് ഇതിനുള്ള റൈറ്റ് എന്താണ്? ഞാൻ തെമ്മാടി എന്നത് മാറ്റി വേണമെങ്കിൽ പരനാറി എന്നാക്കാൻ, കാര്യം അത് മഹത്തായ പദമാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ടല്ലോ. MK പ്രേമചന്ദ്രൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. MK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി, മുൻ മന്ത്രിക്കെതിരെ ഒരു ഇതുമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാമെങ്കിൽ, ഒരു ബിഷപ്പിനെ നിഷ്ഠജീവി എന്ന് വിളിക്കാമെങ്കിൽ, അല്ലെങ്കിൽ എടോ പോടോ എന്ന് വിളിച്ച് സംസാരിക്കാമെങ്കിൽ, ശുംഭായ ഉൾപ്പെടെ പല വാക്ക് ചങ്കിലോട്ട് എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ്യ. രക്ഷിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ ഇവിടെ അനാഥത്വങ്ങൾ കണ്ട് നമ്മൾ തരിച്ചു നിൽക്കുമ്പോൾ അഖിൽമാരാറുടെ അടുത്ത് പോലും വൈകാരികമായി സ്പർശിക്കാത്ത ഈ ചപ്പടാച്ചി പൊന്ന് ഹാഷ്മി, ഇനി എന്തോന്ന് പറഞ്ഞാലും ഈ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ് എന്റെ മുമ്പിൽ വൈകാരികത ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ മനുഷ്യ പിന്നെ നാണക്കെടുത്തു എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും മണ്ണിനടി കിടക്കുമ്പോൾ അവിടെ ഇവരെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ പണം പിരിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചോദ്യം ചോദിക്കും. ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയിടും. ഫേസ്ബുക്കിൽ ഇടുന്നല്ല ഈ ചോദ്യം. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായതുകൊണ്ടോ? പണ്ട് ഈ ചോദ്യം നാട്ടിൽ ചോദിച്ചോണ്ടിരുന്നതാ. ഓക്കെ, അതിനുശേഷം അരി വെക്കാമെന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ. DRF എന്ന് പറയുന്നത് ഇത് പിണറായിയുടെ പണമല്ല, അല്ല, ഇത് ഉമ്മൻചാണ്ടിയുടെ പണമല്ല, അത് നമുക്കറിയാം. പക്ഷേ കേരളത്തിന്റെ പണമാണ്. പുള്ളിക്കറിയത്തില്ലേ? കേരളത്തിന്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെബ്സൈറ്റിൽ കയറി നോക്കി, കണക്കുണ്ടെന്നുണ്ടെങ്കിൽ 100% മുഖ്യമന്ത്രി ദുരാശ്വാസ പൈസ കൊടുക്കും. അപ്പൊ ഇവർ KSFE ലാപ്ടോപ്പ് ഇതാണ് എഴുതി വെച്ചേക്കുന്നത്. KSFE ലാപ്ടോപ്പ് 81.43 കോടി. ഞാനെന്താ കണിയാനാണോ ജഡ്ജ് ചെയ്തത്? ഈ സമയത്തെ ലാപ്ടോപ്പ് എവിടാ കൊടുത്തത്? ഞാൻ പറയാം. ആഷ്മി പറ, ലാപ്ടോപ്പ് എവിടാ കൊടുത്തത്? ഞാൻ പറയാം. അഖിൽമാരല്ല, ലാപ്ടോപ്പ് എവിടാ കൊടുത്തത്? അഖിൽമാരാർ ഈശ്വര ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല. ലാപ്ടോപ്പ് എവിടാ കൊടുത്തത്? ലാപ്ടോപ്പ് എവിടാ കൊടുത്തത്? സ്കൂളിൽ കൊടുത്തു. അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കൊടുത്തു. ഞാൻ പറയണം, സ്കൂൾ തുറക്കാതെ കുട്ടികൾ സ്കൂളിൽ പോകുമോ? ഞാൻ പറയുന്നു, ആ കാര്യം ഞാൻ പറയാം. അതൊന്നും എനിക്കറിയാൻ മേല. കോവിഡിന് ശേഷം സ്കൂൾ ഓപ്പൺ ചെയ്തെന്ന് സെർച്ച് ചെയ്ത എല്ലാ വിഷയം കിട്ടില്ല. വേണ്ട, കോവിഡ് ഞാനിവിടെ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. സ്കൂളുകൾ ഭാഗികമായി തുറന്നു. എന്റെ മോൾ സ്കൂളിൽ പഠിക്കുക. കേൾക്കൂ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. അധികം കുട്ടികളെ ഇരുത്തി തന്നെ പഠിപ്പിച്ചത്. അത് ആർക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്ന 1ാം ക്ലാസ്സുകാരനല്ലേ? ലാപ്ടോപ്പ് SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മറ്റേ +2. എന്നിങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. അല്ല, ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് 1ാം ക്ലാസ് +2 വരെ ഉണ്ട്. 1ാം ക്ലാസ് മുതൽ +2 വരെ ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുക്കാനല്ല ലാപ്ടോപ്പ് ആണെന്നേ. ലൈബ്രറി സ്കീമാണ്. ഈ കുട്ടി ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. റീപ്ലേസ്മെന്റ് വാറന്റിയും ഗ്യാരണ്ടിയും ഉണ്ട്. അഖിൽമാരാർ ഇത് നമ്മൾ കൊടുത്തത് KSFE ഇവർ കൊടുത്തത് ലെനോവോയുടെയും HP-യുടെയും ലോകോത്തര ലാപ്ടോപ്പാണ്. അല്ല, സംശയമുണ്ടോ? അല്ല, HP പ്രോസസറിൽ പാവപ്പെട്ട കുട്ടികളെ പറ്റിക്കാൻ എപ്പോഴും എപ്പോഴും പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെ കള്ളം കാണിക്കണമെങ്കിൽ പദ്ധതികൾ കൊണ്ടുവന്നേ പറ്റൂ. അടിച്ചു മാറ്റാനുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ്. പിന്നെ അസംഷൻ 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ.